ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെല്ലാവരും വരുന്നുണ്ട്. ഇന്ന് ഒരു ദിവസമാണ് കേട്ടോ. എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നേർച്ചയാണ് കേട്ടോ, തൃത്താല നേർച്ചയാണെന്ന്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ നമ്മളിതാ പുട്ടും ബീഫാണ് ഉണ്ടാക്കിയത്. അപ്പം നമ്മുടെ അനിയത്തിമാരും പിന്നെ മാമിയൊക്കെ തലേ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. മീൻ വേണ്ടിയിട്ട് ചോറെല്ലാം വെക്കണത്. അന്ന് ഉച്ചകൽക്കായിട്ട് നമ്മൾ നെയ്ച്ചോറാണ് കേട്ടോ വെക്കുന്നത്. നമ്മൾ ആദ്യം വിചാരിച്ച് ബിരിയാണി വെക്കാമല്ലോ എന്ന്, പിന്നെ എല്ലാവരും പറഞ്ഞ് നെയ്ച്ചോറ് മതി, പെട്ടെന്ന് പണിയും കഴിയുമല്ലോ, അപ്പോൾ അങ്ങനെ ആക്കിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പാത്രം നമ്മുടെ അടുപ്പിൽ ഇരിക്കും, പക്ഷെ അത് ഒരു ഭാഗത്ത് മാത്രമല്ലേ ചൂട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 3 കല്ല് വെച്ചിട്ട് ഒരടുപ്പൊക്കെ തട്ടിക്കൂട്ടിയതാണ് കേട്ടോ പുറത്ത്. അതൊക്കെ മെയിൻ തന്നെയാണ് കേട്ടോ ആക്കിയെടുത്തത്. അങ്ങനെ ഇതാ പെട്ടെന്ന് തന്നെ ചോറൊക്കെ ആയി. നമ്മളാ ചോറൊക്കെ ഇതാ നമ്മുടെ അടുക്കളയിലൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ നമ്മുടെ അന്നത്തെ ഫുഡ്. തൃത്താല നേർച്ചയുടെ വീഡിയോ ഞാൻ അങ്ങനെ എടുക്കണില്ല എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഈ ഒരു വീഡിയോ സെറ്റാക്കി എൻ്റെ കയ്യിൽ തന്നപ്പോഴാണ് കേട്ടോ ഞാൻ അറിയണത് ഇതെല്ലാം കായാണ് കേട്ടോ എടുത്തത്. വീഡിയോ എടുത്തതും എഡിറ്റ് ചെയ്തതൊക്കെ എന്നോട് എന്നിട്ട് പറഞ്ഞ് ഇത് വോയിസ് കൊടുത്തോട്ടാന്ന്. അപ്പോൾ ഇത്രയും പണിയുള്ളൂ കേട്ടോ. അതും കുറച്ച് ഭാഗമേ വോയിസ് കൊടുക്കാനുള്ളൂ, പിന്നെ എല്ലാം നീർച്ചിട വരവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ ഉച്ചക്കലേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആണുങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് ഇരുന്നപ്പോൾ ഉള്ള വീഡിയോ ആണ് ഇട്ടത്. ഇതൊക്കെ എടുക്കാനാണ് എടുത്തത്, ഞാനൊന്നും അറിഞ്ഞില്ല. അപ്പോൾ അന്നത്തെ ദിവസം ആദ്യം വന്നവർക്ക് വേഗം ചോറ് കൊടുത്തിട്ട് പിന്നെ എല്ലാവരും വരാനുണ്ട്. അപ്പോൾ വരുന്നവർക്ക് വേഗം ചോറ് കൊടുത്തിട്ട് നമുക്ക് നേരത്തെ അവിടെ പോയി നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണാനായിട്ട്. കാരണം ഇപ്പോൾ ആനനെ എല്ലാവർക്കും ഒരു പേടിയായതുകൊണ്ട് തന്നെ ആനയുടെ ആ തിരക്കാകുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് കടന്ന് നിൽക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ വേഗം തന്നെ പോയി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ പോയി നിന്നപ്പോൾ ഒരു മനുഷ്യ ജീവി ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എവിടുന്നാ ഇത്രയും ആൾ വന്നതെന്ന് തന്നെ അറിയില്ല, അത്രയും തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഓരോ ടീമിൻ്റെയും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക.
റിസാനെ ഇങ്ങോട്ട് പോകണം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. ആ ഒരു ബഹളമൊക്കെ കണ്ട് കഴിഞ്ഞപ്പോഴേ വീടൊക്കെ ഒഴിഞ്ഞല്ലോ, എല്ലാവരും പോയി. അപ്പോൾ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയിട്ടാ. റിസാനക്ക് കുഴപ്പമില്ല, സയാനക്ക് ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ അങ്ങോട്ട് ഉള്ളിന്തി തള്ളി അങ്ങോട്ട് പറഞ്ഞയച്ചതാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ആയാലും ഞങ്ങൾക്ക് എല്ലാവർക്കും അതെ. ഒക്കെ കൂടി കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയപ്പോഴൊക്കെ ഒരു എന്തോ ഒക്കെ പോലെ അങ്ങനെ തോന്നുമായിരുന്നു. അപ്പോൾ കുട്ടികളെ കാര്യം പിന്നെ പറയാനുണ്ടോ. അപ്പോൾ മൂത്ത നാത്തൂനുണ്ടായിരുന്നു കേട്ടോ. അവളെ കുട്ടീനെ പിന്നെ സ്കൂളിലൊന്നും ചേർത്തിട്ടില്ലല്ലോ, അവനെ പ്രാവശ്യം ചേർക്കുള്ളൂ. അപ്പോൾ അവനുള്ളതുകൊണ്ടാണ് കേട്ടോ ഏറെ മടി ചെയ്യാനൊക്കെ പോവാൻ. അവനുള്ളപ്പോൾ നല്ല കളിയാണ് കേട്ടോ രണ്ടാളും കൂടിയിട്ട്. അപ്പോൾ നമ്മുടെ നേർച്ചയുടെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.